നമസ്കാരം. നമ്മളിന്ന് വടക്കൻ കേരളത്തിന്റെ ചരിത്രത്തിലേക്ക്, അതും അത്രയൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇത് വലിയ രാജവംശങ്ങളുടെ കഥയല്ല, മറിച്ച് ഒരു കാലത്ത് കടലിൽ പോലും സ്വാധീനമുറപ്പിക്കുകയും അന്നത്തെ ജാതിവ്യവസ്ഥയെ ധിക്കരിക്കുകയും ചെയ്ത ഒരു ആയോധന പാരമ്പര്യമുള്ള തറവാടിന്റെ കഥയാണ് പൂത്തട്ട തറവാട്. ദ ഫൊഗോട്ടൻ ലീനിയേജ് എന്ന ഡോക്യുമെന്ററിയിലെ കാര്യങ്ങൾ വെച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈയൊരു ചർച്ച. പൂത്തട്ട ഒരു സാധാരണ കുടുംബമായിരുന്നില്ല. ഏകദേശം ഒരു 600 വർഷം മുൻപാണ്. കളരിപ്പയറ്റിലെ അവരുടെ കഴിവ്, പിന്നെ കടൽ വഴിയുള്ള കച്ചവടത്തിലെ നിയന്ത്രണം, ഇതൊക്കെ കാരണം പ്രശസ്തരായ ചേകവന്മാരായിരുന്നു അവര്. ചേകവർ എന്ന് പറയുമ്പോൾ അന്നത്തെ ഒരു പ്രധാന ആയോധന വിഭാഗം. ചിന്തിച്ചു നോക്കൂ, ഈ അറക്കൽ സുൽത്താനേറ്റ് ശക്തിപ്പെടുന്നതിനു മുൻപ് ലക്ഷദ്വീപ് ഭരിച്ചിരുന്നത് ഈ പൂത്തട്ടക്കാരായിരുന്നു പോലും. കണ്ണൂർ കേന്ദ്രീകരിച്ച് അവർക്കൊരു നേവി പോലും ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതെ, അവിടെയാണ് പൂത്തട്ടയുടെ ചരിത്രം ഒരു പ്രത്യേക വഴിക്ക് തിരിയുന്നത്. അക്കാലത്ത് കേരളത്തില് ബ്രാഹ്മണ മേധാവിത്വം ഇങ്ങനെ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ പല കളരി തറവാടുകളും മറ്റു പ്രബല കുടുംബങ്ങളുമൊക്കെ ഈ പുതിയൊരു സാമൂഹിക രീതികളുമായിട്ട് പൊരുത്തപ്പെടാൻ തുടങ്ങി. അവര് നായർ പോലുള്ള സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചു, ബ്രാഹ്മണ കുടുംബങ്ങളുമായിട്ട് വിവാഹബന്ധം സ്ഥാപിച്ചു. പക്ഷേ പൂത്തട്ടക്കാർ അവരിതിൽ നിന്നൊക്കെ മാറി നിന്നു. ആ ബ്രാഹ്മണ മേധാവിത്വത്തെ അവർ അംഗീകരിച്ചില്ല. ജാതി വെച്ചുള്ള സ്ഥാനങ്ങൾ അവർക്ക് വേണ്ടായിരുന്നു. അവര് ചേകവർ എന്ന തങ്ങളുടെ ആ ഒരു ഐഡന്റിറ്റിയിൽ തന്നെ ഉറച്ചുനിന്നു. അതൊരു അസാധാരണ നിലപാടായിരുന്നു അന്ന്. ശരിയാണ്. അങ്ങനെയൊരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ടാകുമല്ലോ. അതിന്റെ ഫലങ്ങളും വലുതായിരിക്കുമല്ലോ, അല്ലേ? തീർച്ചയായും അങ്ങനെയൊരു സംഭവമാണ് ഒരു കഥയായിട്ട് പറയുന്നത്. പാടവരമ്പത്തൂടെ പോകുമ്പോൾ വഴിമാറിക്കൊടുക്കാൻ കൂട്ടാക്കാതിരുന്ന പൂത്തട്ടക്കാരനവര് 7 നമ്പൂതിരിമാരെ കൊന്നു എന്നത്. ഇത് വാമൊഴിയായിട്ടുള്ളതാണ്. ശരിക്കും നടന്നതാണോ അതോ അതിന്റെ ഒരു പ്രതീകമാണോ എന്നൊന്നും ഉറപ്പില്ല. പക്ഷേ ആ കഥ തന്നെ അവരുടെ ആ ഒരു ധിക്കാരത്തിന്റെ അല്ലെങ്കിൽ നിലപാടിന്റെ ശക്തി കാണിക്കുന്നുണ്ട്. ഇത് പിന്നീട് വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. ഓഹോ, അപ്പൊ അതെങ്ങനെയാണ് പിന്നീട് കാര്യങ്ങൾ മാറ്റിയത്? ഈ സംഭവത്തോടെ പൂത്തട്ടയെ ഒതുക്കണം എന്നൊരു ചിന്ത വന്നു. അപ്പോഴത്തെ പ്രാദേശിക ഭരണാധികാരികൾ, അതായത് കോലത്തുനാട് ഭരിച്ചിരുന്ന ചിറക്കൽ രാജവംശമൊക്കെ, അവർ മറ്റൊരു ശക്തിയായി വളർന്നു വന്നിരുന്ന അറക്കൽ സുൽത്താനേറ്റിനെ ഒരു കരുവാക്കി. കടൽ യാത്ര ചെയ്യുന്നത് പ്രത്യേകിച്ച് ഉയർന്ന ജാതിക്കാരായ ഹിന്ദുക്കൾക്ക് അശുദ്ധമാണ്, ആചാരപരമായി ശരിയല്ല എന്നൊരു വിശ്വാസം അന്നുണ്ടായിരുന്നല്ലോ. അതെ, ആ വിശ്വാസം ഒരു മറയാക്കിയിട്ട് ഈ ലക്ഷദ്വീപിന്റെ നിയന്ത്രണം ശരിക്കും നാവികശക്തിയുണ്ടായിരുന്ന പൂത്തട്ടയിൽ നിന്ന് ഈ അറക്കൽ സുൽത്താനേറ്റിനെ കൈമാറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. സത്യത്തിൽ അതൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു. ഈ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഒരു വിഭാഗത്തെ ഒതുക്കാനുള്ള ഒരു പണി. ശരി, അപ്പൊ അറക്കൽ സുൽത്താനേറ്റ് വളർന്നു, പൂത്തട്ടയുടെ ശക്തി കുറഞ്ഞു. പിന്നെ ബ്രിട്ടീഷുകാർ വന്നല്ലോ. അപ്പൊ എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാർ വന്നതോടെ കാര്യങ്ങൾ വീണ്ടും മാറി. അവർക്ക് വേണ്ടിയിരുന്നത് ഒരു സെൻട്രലൈസ്ഡ് ഭരണം, എല്ലാവരും അവർക്ക് കീഴിൽ. അതോടൊപ്പം അവർ ഈ ജാതി സിസ്റ്റം അത് അവരുടെ ഭരണ സൗകര്യത്തിന് നന്നായി ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പൂത്തട്ടയെപ്പോലെ തനതായ അധികാരമുള്ള, സ്വന്തമായി സൈന്യമൊക്കെയുള്ള തറവാടുകൾക്കൊന്നും അവിടെ വലിയ പ്രസക്തിയില്ലാതായി. ഓഹോ. പോരാത്തതിന് അവരുടെ ശക്തിയുടെ അടിസ്ഥാനമായിരുന്ന കളരിപ്പയറ്റ് അതും നിരോധിച്ചു. അപ്പോ പൂത്തട്ട തറവാട് അതോടെ പൂർണ്ണമായി ഇല്ലാതായോ? പൂർണ്ണമായി ഇല്ലാതായില്ല. അവര് കാലത്തിനനുസരിച്ച് പൊരുത്തപ്പെട്ടു. ചില പൂത്തട്ടക്കാർ ബ്രിട്ടീഷ് ഭരണത്തിൽ ഉയർന്ന ഉദ്യോഗങ്ങൾ വരെ നേടിയിട്ടുണ്ട്. സബ് കളക്ടറായവരൊക്കെയുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം, 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്നത്തെ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിച്ചത് ഒരു പൂത്തട്ടക്കാരനാണ്. അപ്പോൾ അവര് വിദ്യാഭ്യാസ രംഗത്തൊക്കെ സജീവമായി. അതെ, പക്ഷേ ആ പഴയ വീര്യത്തിന്റെ ഓർമ്മകൾ? അത് മുഴുവനായിട്ട് മാഞ്ഞുപോയില്ല. ഒരു 300 വർഷം മുൻപ് ജീവിച്ചിരുന്നുവെന്ന് കരുതുന്ന കൂടൻ ഗുരുക്കൾ എന്നൊരു ചേകവ യോദ്ധാവ്. അദ്ദേഹത്തിന്റെ കഥ ഈ തറവാടുമായി ബന്ധപ്പെട്ട ഒരു ഇതിഹാസം പോലെയാണ്. അസാമാന്യ കഴിവുകളുള്ള, സിദ്ധികളുള്ളൊരു കളരി അഭ്യാസിയായിരുന്നു കൂടൻ ഗുരുക്കൾ. അദ്ദേഹം ഒറ്റയ്ക്ക് ബേക്കൽ കോട്ട പിടിച്ചെടുത്തു എന്നൊക്കെയാണ് കഥ. ഒറ്റയ്ക്കോ? അവിശ്വസനീയം. അതെ. അപ്പോ രാജാവ് സമ്മാനമായിട്ട് രാജ്യത്തിന്റെ പകുതി തരാമെന്ന് പറഞ്ഞത്രേ. പക്ഷേ ഗുരുക്കൾ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? ഈ ജാതി തിരിച്ചുള്ള വേർതിരിവുകൾ അത് നിർത്തണമെന്ന്. കൊള്ളാം. എന്നിട്ട് രാജാവ് സമ്മതിച്ചോ? രാജാവ് സമ്മതിച്ചു. പക്ഷേ
പിന്നീട് ചതിയിലൂടെ കൂടൻ ഗുരുക്കളെ കൊല്ലുകയാണ് എന്നാണ് കഥ. ഇതിൽ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ തെയ്യം, അദ്ദേഹത്തെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന അനുഷ്ഠാനം, അത് ഇന്നും വളരെ പ്രധാനമായിട്ട് കിട്ടിയാടുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ നേട്ടമുണ്ടാക്കി എന്ന് കരുതുന്ന ചില തറവാടുകളിൽ തന്നെയാണ്. ചരിത്രം ചിലപ്പോൾ അങ്ങനെയാണ്. ശരിയാണ്. അപ്പൊ നമ്മൾ ഈ കേട്ട പൂത്തട്ടയുടെ കഥ അത് വെറും ഒരു തറവാടിന്റെ ഉയർച്ച താഴ്ചകളുടെ കഥ മാത്രമല്ല, അത് അന്നത്തെ വ്യവസ്ഥകളോടുള്ള ഒരു ചെറുത്തുനിൽപ്പിന്റെ കഥ കൂടിയാണ്. ജാതി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ, കൊളോണിയൽ ശക്തികളുടെ കേന്ദ്രീകരണത്തിനെതിരെ, ചരിത്രം തന്നെ മായ്ച്ചുകളയാൻ ശ്രമിക്കുന്നതിനെതിരെയൊക്കെയുള്ള ഒരു പോരാട്ടം അല്ലേ? തീർച്ചയായും. ഇന്ന് ഒരുപക്ഷെ പൂത്തട്ട എന്ന പേര് പഴയ ചില ആചാരങ്ങളിൽ അല്ലെങ്കിൽ തെയ്യത്തിൽ, അവരെ സ്ഥാപിച്ച സ്കൂളിന്റെ പേരിൽ അങ്ങനെയൊക്കെ ഒതുങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ ആ ശേഷിപ്പുകൾ പോലും നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടുവെന്ന് നമ്മൾ കരുതുന്ന ഒരു അധികാരത്തിന്, ഒരു ശക്തിക്ക് പോലും ചരിത്രത്തിൽ അതിൻ്റേതായ ഒരു പ്രതിധ്വനി ഉണ്ടാക്കാൻ കഴിയുമെന്നത്. ചരിത്രത്തിന് എപ്പോഴും പല വഴികളുണ്ട്, പല സാധ്യതകളുണ്ട് എന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർത്തുപോവന്നെ, ഇതുപോലെ എത്രയെത്ര ചരിത്രങ്ങള്, എത്രയെത്ര ചെറുത്തുനിൽപ്പുകള് നമ്മൾ അറിയാതെ, ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവും. ഈ അധികാരഘടനകൾ മാറുമ്പോഴും പുതിയത് വരുമ്പോഴുമൊക്കെ ഏതൊക്കെ കഥകളാണ് മുന്നോട്ട് വരുന്നതെന്നും ഏതൊക്കെയാണ് മനഃപൂർവ്വമോ അല്ലാതെയോ നിശബ്ദമാക്കപ്പെടുന്നതെന്നൊക്കെ ആലോചിക്കുന്നത് രസകരമായിരിക്കും. നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്.